അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1382. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി തൊട്ട് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ബഅസ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഇലൽ യമൻ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചു. ദീനി പ്രബോധനത്തിന് വേണ്ടി, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ 8-ാം വർഷമെന്നും അല്ല 10-ാം വർഷമെന്നൊക്കെ അഭിപ്രായമുണ്ട്. ഏതായാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയച്ചു. ഫഖാല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് ഉപദേശങ്ങൾ നൽകുകയാണ്. മദീന വിട്ട് യമനിലേക്ക് പോവുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വല്ലാത്ത പ്രയാസമുണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി ഞങ്ങളെ വിട്ടു പോകുന്നതിൽ. എന്നാലും ദീനി ദഅവത്തിന് വേണ്ടിയാണ്. അവിടുത്തെ കൽപ്പന പ്രകാരം യമനിലേക്ക് നീങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഉപദേശങ്ങൾ നൽകി. കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, ഇത്തഖി ദഅവത്തൽ മദ്ലൂം, വേദനിപ്പിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന സൂക്ഷിക്കണം. ആക്രമിക്കപ്പെട്ടവൻ, പീഡിപ്പിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹ ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബ്, നിശ്ചയമായും പീഡിപ്പിക്കപ്പെട്ടവൻ്റെ ദുആയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ല. ആ ദുആ മുസ്തജാബാണ്, അത് ഉത്തരം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റൊരാളുടെ മനസ്സിന് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പേടിക്കണം. അത് അപകടമാണ്. കാരണം അവരെ മനസ്സ് വേദനിച്ച് അവർ അള്ളാഹുലേക്ക് കൈയുയർത്തി റബ്ബിൻ്റെ മുന്നിൽ അവൻ്റെ വേദന പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫലം നാം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആ സൂക്ഷിക്കണമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. നാം ഒരാളെയും, ഒരു മുഅ്മിനായ മനുഷ്യനെയും നാം കാരണം ഒരു പ്രയാസം ഉണ്ടാകരുത്. അവരെ മനസ്സ് വേദനിക്കരുത്. അവരെ ശാരീരികമായി ആക്രമിക്കൽ മാത്രമല്ല, ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ മാനസികമായി പ്രയാസപ്പെടുത്തലും അവരെ അഭിമാനം ക്ഷതപ്പെടുത്തലും ഇതൊക്കെ അക്രമത്തിൽപ്പെട്ടു. ഏതെങ്കിലും നിലക്കൊരു മുഅ്മിൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ പൊരുത്തപ്പെടിക്കണം. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം.